ബുദല എന്ന് പറയുന്ന ഔലിയാക്കൾ അവരെ ഒരേ സമയത്ത് ഒന്നിലധികം സ്ഥലത്ത് കാണാൻ കഴിയും. ആളുകളൊക്കെ പറഞ്ഞു കോയപ്പാപ്പ വേങ്ങര അങ്ങാടിയിലൂടെ കറങ്ങുകയാണ്, വട്ടം കറങ്ങാണ്. അത് കണ്ടപ്പോൾ CM വലിയുള്ള പറഞ്ഞു അത് വേങ്ങര അങ്ങാടിയിലല്ല, കോയപ്പാപ്പ ഇപ്പോൾ മക്കയിൽ ത്വവാഫ് ചെയ്യുകയാണ്, കഅബം ത്വവാഫ് ചെയ്തുകൊണ്ടിരിക്കും. ബാങ്ക് സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, കുറച്ചൊന്നും മൂപ്പര് നിസ്കരിക്കലില്ലല്ലോ. അത് നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് തോന്നുന്നതാണത്. പക്ഷെ അങ്ങനെ മലർന്ന് കിടക്കുന്ന മൂപ്പര് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എൻ്റെ ഹൃദയത്തിൽ തോന്നിയുണ്ടാവുന്ന കഴിഞ്ഞിട്ട് അവിടുന്ന് ദിക്റിനിടമില്ല, മധുക്കൂറുന്നൊഴിയില്ല, നിക്കാരം നോമ്പജ്ജ് സകാത്തും അടവില്ല, ഭ്രാന്തായാൽ മധുര തടാകത്തിൽ നീരാടിയോരാണേ ശൈഖുന തൃപ്പനച്ചിയിലെ മാണിക്യക്കല്ലായ ഖൈറിൻ വിളക്കാണേ. ഒരാഴ്ചയിലെ നോമ്പിന്റെ കൂലി തരാത്തുന്നോളൂ. അനസ്വാഹിമുൻ നോമ്പുകാരനാണെന്ന് വീണ്ടും കുൽ വലകാദിറു സൗമിക സന, ഒരു കൊല്ലത്തെ നോമ്പിന്റെ കൂലി തരാം. അനസ്വാഹിം ഖാദിം പറഞ്ഞു ഞാൻ നോമ്പുകാരനാണ്. കുൽ വലകാദിറു സൗമിക ദഹർ, നിന്റെ ജീവിതം മുഴുവൻ നോമ്പ് നോറ്റ കൂലി ഞാൻ തരാം. ഓത്തുല്ലാദം ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു മൂപ്പരപ്പത്ത് പറഞ്ഞു അനസ്വാഹി നോമ്പുകാരനാണ്. ഒരന്തല്ലാത്ത ഏതെങ്കിലും സംഘടന പ്രവർത്തിച്ചു വന്ന സാധനവും. അപ്പോഴാണ് കണ്ണങ്ങൾ ഞങ്ങൾ ദേഷ്യപ്പെട്ടെന്ന് നോക്കി, ഭൂമിയിലേക്ക് വീണുപോയി, വയറിങ്ങനെ വീർത്തു വരാൻ തുടങ്ങി, ഛർദ്ദിക്കാൻ തുടങ്ങി, ജലവും രക്തവും. മഹാനവറുകൾ വളരെ ജലാലയത്തിൽ നിൽക്കുന്ന സമയം ഔലിയാക്കന്മാർ ശഫാഅത്ത് ചെയ്തു. അങ്ങനെ പൊരുത്തപ്പെട്ടു കൊടുത്ത സംഭവം ഇമാം യാഫിഈ തങ്ങൾ രേഖപ്പെടുത്തുന്നു. എത്ര പറയാനുണ്ട്. ഇനി നിങ്ങൾ ദ്വാരന്നിട്ട് ഉത്തരം കിട്ടുന്നില്ലേ? അജ്മീർ ഹാജയുടെ മഖാമിൽ പോകണം. അജ്മീർ ഹാജയുടെ ആണ്ട് നടക്കുന്ന മാസമല്ലേ റജബ്. അജ്മീർ ഹാജയുടെ മഖാമിൽ പോയി സലാം പറഞ്ഞിട്ട് ഷാജഹാൻ പള്ളി എന്ന പള്ളിയിൽ ഇരുന്നിട്ട് ഒരു 1000 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് അജ്മീർ ഹാജയോടങ്ങ് ദ്വാരക്കണം. അജ്മീർ ഹാജയോടങ്ങ് ദ്വാരക്കണം. മഹാനവറുകളെ നിങ്ങളെ ബറക്കത്ത് കൊണ്ട് എന്നെ മക്കയിലെത്തിക്കണേ. കോയപ്പാപ്പാനെ കുളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. കോയപ്പാപ്പാനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി കുളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ കോയപ്പാപ്പ പറഞ്ഞു അതിന് നിങ്ങളെ കൊണ്ട് പറ്റൂല മക്കളെ. ബഹുമാനപ്പെട്ട കോയപ്പാപ്പ വലിയ മഹാനാണ്. ആലുവായി അബൂബക്കർ മുസ്ലിയാരെ കാണാൻ വേണ്ടിയിട്ട് വേങ്ങരയിൽ നിന്ന് ചില ആളുകൾ ചെന്നപ്പോ ആലുവായി അബൂബക്കർ മുസ്ലിയാരെ പറഞ്ഞ മറുപടി, എന്നെ കാണാൻ വേണ്ടി നിങ്ങൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് വരേണ്ടതില്ല. എന്നെ പോലത്തെ ഒരു പിരാന്തൻ നിങ്ങളുടെ നാട്ടിലുമില്ലേ കോയ, അദ്ദേഹത്തെ പോയി കണ്ടാ മതി എന്ന് പറയാറുണ്ടായി. ആ സൈക്കിളിലാണ് യാത്ര ചെയ്യാറ്. ചിലപ്പോഴൊക്കെ സൈക്കിൾ എടുത്ത് തോളത്ത് വെക്കും, എന്നിട്ട് പറയും കുറെ സമയം നീ എന്നെ ചുമന്നില്ലേ, ഞാൻ എന്നെ ചുമക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കും. അതാണ് കുഞ്ഞിമൂസ മുസ്ലിയാർ, ജദ്ബിന്റെ ഹാലിലുള്ള മഹാനാണ്. കൽപ്പറ്റ സൂഖ് മുസ്ലിയാർ എന്നാണ് അറിയപ്പെടുന്നത്. കൽപ്പറ്റ പരിസരത്തും ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തും അങ്ങനെ ഇരിക്കും, പലപ്പോഴും വസ്ത്രം ഉണ്ടാവുകയില്ല. സദാ ഫിക്റിലും ശുക്രിലുമാണ് അവർ. അതുകൊണ്ട് റബ്ബും അവരും അല്ലാതെ മനുഷ്യനെ കാണുമ്പോഴല്ലേ നമ്മൾ തുണിയെടുക്കുന്നത്. മനുഷ്യനെ തിരിച്ചറിയാത്ത മൃഗങ്ങൾക്ക് പക്ഷെ തുണിയില്ല. ഇത് മൃഗീയ അവസ്ഥയല്ല. കാരണം അള്ളാഹുലേക്ക് ലയിച്ചുപോയ ആളുകൾ അവർക്ക് ഭക്ഷണം ഓർമ്മല്ല, വസ്തു ഓർമ്മല്ല. അള്ളാഹുവിന്റെ റസൂൽ ഹല്ലാജിനോട് പറയുന്നു, യാ ഹല്ലാജ് അൻത തുഖ്തലു ബിസൈഫി ശരീഅ, നിന്റെ ഭാഗത്ത് നിന്ന് ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്, ശരീഅത്തിനെ മാനിക്കേണ്ടതുണ്ട്. നീ അബദ്ധത്തിൽ ഒരു വാക്ക് പറഞ്ഞു പോയി, അതുകൊണ്ട് ശരീഅത്തിന്റെ വാളുകൊണ്ട് നീ കൊല ചെയ്യപ്പെടും. ഭ്രാന്തനായി ബഗ്ദാദിലെ ഭ്രാന്താശുപത്രിയിൽ വരെ അദ്ദേഹം പ്രവേശിക്കപ്പെട്ടു. ലൈലയെ കണ്ട ഖൈസിന്റെ മറ്റൊരു പതിപ്പായി ഹല്ലാജ് റളിയല്ലാഹു അൻഹു. നീ ഞാനും ഞാൻ നീയും എന്ന സ്നേഹത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് ഹല്ലാജ് റളിയല്ലാഹു അൻഹു മറിഞ്ഞു വീണു. അനുപമമായ ദാർശനിക ജ്ഞാനത്താൽ അദ്ദേഹം ഉരുവിട്ടു, ഞാനാണ് പരമയാഥാർത്ഥ്യം, അനൽ ഹഖ്, സുബ്ഹാനി, ഞാൻ എന്നെ പരിശുദ്ധനാക്കുന്നു, മാഫിൽ ജൈബി ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊന്നും കീശയിലില്ല. സത്യത്തിൽ ഹല്ലാജിന് അബോധാവസ്ഥയായിരുന്നു. അള്ളാഹുവിൽ ലയിച്ച ഹല്ലാജ് റളിയല്ലാഹു അൻഹു ഭൗതികതയുടെ അംശം പോലും നനയാത്ത നിഷ്കളങ്കനായ സൂഫി പണ്ഡിതനായിരുന്നു. ഔലിയാക്കളിലെ അസാധാരണക്കാർ, സാധാരണ ജനങ്ങളിൽ ഭ്രാന്തുണ്ടെന്ന പോലെ ഔലിയാക്കളിലുമുണ്ട് ഭ്രാന്തന്മാർ. പോൽ കള്ളിൽ ലഹരി പോൽ പാലിൽ വെണ്ണ പോൽ നിന്നിലും ഉള്ള റബ്ബിനെ മറ്റേ വീടയും തെണ്ടി നേരം കൊല്ലണ്ടടോ. അഹ്മദുൽ കബീർ റിഫാഇന്റെ തീക്ക് ചൂടില്ല. അന്നാറു തബ്റുദു ബിസ്മി ഇൻ ദുകിറ ലഹാ ബിഇذن റബ്ബി ഫലാ യബ്ഖാ ലഹാ ഹററ. അതിനോട് തീയിനോട് റിഫാഇന്റെ പേര് പറയപ്പെട്ടാൽ
അതിന്റെ താവഴിയിൽ പാരമ്പര്യ കൈകൾ കൈമാറി വന്നവർ ആ തീയിനോട് ചൂട് വേണ്ടെന്ന് പറഞ്ഞാൽ അന്നാറു തബുറുദു, ആ തീയെ തണുപ്പുള്ളതായി അനുഭവപ്പെടും, അതിന് ചൂട് അനുഭവപ്പെടില്ല. ആ കാലം കഴിഞ്ഞു പോകുന്ന കാലമല്ലടാ. എത്ര പറയാനുണ്ട്.